रखते हैं मुसलमानों का दीन दिल से है खुदा में खतमुल मुरसलीन दिल से है खुदा में खतमुल मुरसलीन खतमुल വിളിച്ചത്. അപ്പം നമ്മളൊക്കെ പേര് നിങ്ങളൊക്കെ ആക്കിയത് കാരണം എന്ന് വെച്ചാൽ ഇത് തുടങ്ങിയില്ലേ. ഔസു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാന്യ പ്രേക്ഷകർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് 9 മാർച്ച് 2024. ഇപ്പോൾ ഇന്ത്യൻ സമയം 10 മണി, GMT ഉച്ച 4 മണിയാണ്. ഇത് രാഹി ഹുദ പ്രോഗ്രാമിൻ്റെ സമയമാണ്. കാദ്യാൻ ദാറുൽ അമാനിൽ നിന്നും ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാം രാഹി ഹുദയുടെ 4 എപ്പിസോഡിൻ്റെ സീരീസുമായാണ് ഞങ്ങൾ നിങ്ങളുടെ സമക്ഷം എത്തിയിരിക്കുന്നത്. ഈ സീരീസിൽ റമദാനിൻ്റെ മഹാത്മ്യം, അതുപോലെ ദൈവ അനുരാഗം എന്നീ വിഷയങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇത് ഈ സീരീസിൻ്റെ ആദ്യ എപ്പിസോഡാണ്. ഇമാം ജമാഅത്ത് അഹമ്മദിയ സയ്യിദ്ന ഹസ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് ഖലീഫത്തുൽ മസീൽ ഖാമിസ് അയ്ദല്ലാ തആല ബിൻ അൽ അസീസിൻ്റെ ഖുത്ബകളിൽ നിർവഹിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഇത് ഒരു ഇൻ്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അതായത് നിങ്ങൾ ചോദ്യങ്ങളുമായി നമ്മുടെ പരിപാടിയിൽ നിങ്ങൾക്ക് പങ്കുചേരാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ടെലിവിഷൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്ന കോൺടാക്റ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫോണുമായി ബന്ധപ്പെടാം, അതുപോലെ ടെക്സ്റ്റ് മെസ്സേജ്, അതുപോലെ ഫാക്സ് മെസ്സേജ്, അതുപോലെ ഇമെയിൽ എന്നീ സംവിധാനങ്ങളും സൗകര്യങ്ങളുമുണ്ട്. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ ഇവിടെ സ്റ്റുഡിയോയിലുള്ള പണ്ഡിതന്മാരുടെ പാനലിൽ അവതരിപ്പിക്കുകയും ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാർ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ഇന്നത്തെ വിഷയം റമദാൻ മാസത്തിലുള്ള നോമ്പിൻ്റെ മഹാത്മ്യവും ഉദ്ദേശ ലക്ഷ്യങ്ങളുമെന്നാണ്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മുമ്പാകെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് മൗലാന ഹമീദ് കൗസർ സാബ്, അതുപോലെ തന്നെ മൗലാന അത്താൽ മുജീബ് ലോൺ സാബ് എന്നിവരാണ്. ഇന്നത്തെ എപ്പിസോഡിൽ എന്നോടൊപ്പം ഇവരായിരിക്കും പങ്കുചേരുന്നത്. രണ്ടുപേർക്കും സ്വാഗതം ഓതുന്നു. മാന്യ പ്രേക്ഷകർ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ റമദാനുൽ മുബാറക്കിൻ്റെ അനുഗ്രഹീതമായ മാസം വീണ്ടും നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനുഗ്രഹമായാണ് ഇത് മുസ്ലിങ്ങൾ കണക്കാക്കുന്നത്. ഈ അനുഗ്രഹീത മാസം കാരുണ്യത്തിൻ്റെയും അതുപോലെ ഐശ്വര്യത്തിൻ്റെയും മാസമാണ്. അതുപോലെ തന്നെ പാപപ്പൊറുതിയുടെ ഒരു അവസരമാണ്. അതുപോലെ തന്നെ ഒരു വസന്തകാലമാണ്. ഈ മാസത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ എന്ന വചനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാസത്തിൻ്റെ നാം ആദരിക്കേണ്ടതുണ്ട്. ഈ മാസത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും നമ്മൾ ആരാധന കൊണ്ട് അലങ്കരിക്കുകയും ദൈവപ്രീതിക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ചെറിയ മുഖവരിക്ക് ശേഷം ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യത്തെ ചോദ്യം ഞാൻ മുഹമ്മദ് ഹമീദ് കൗസർ സാബിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സയ്യിദ്ന ഹസ്രത്ത് അഖ്ദസ് മസീഹ് അലൈഹി സ്വലത്തു വസ്സലാമിന് ഒരു ഭയമുണ്ടായിരുന്നു. ജമാഅത്ത് തഖ്വയിൽ ചരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി പ്രത്യേകം ഉണർത്തുമായിരുന്നു. അതുപോലെ തന്നെ ദുആ സ്വീകാര്യത നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തഖ്വ കൈക്കൊള്ളണമെന്ന് പറയുകയുണ്ടായി. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ? ശ്രോതാക്കളെ, റമദാൻ മുബാറക്കിൻ്റെ വരാൻ പോവുകയാണ്. റമദാൻ മുബാറക്ക് എല്ലാ മുഅ്മിനീങ്ങളും അതുപോലെ തന്നെ സയ്യിദ്ന ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലത്തു വസ്സലാമിൻ്റെ പ്രിയങ്കരമായ ജമാഅത്ത് ഈ പരിശുദ്ധ മാസത്തെ വളരെയധികം കാത്തിരുന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഈ മാസത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ.
അല്ലയോ വിശ്വാസികളെ, നിങ്ങളുടെ മുകളിൽ റമദാനിലെ നോമ്പുകൾ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഏതുപോലെ ആ ജനങ്ങളുടെ മുകളിൽ നിർബന്ധമാക്കിയതുപോലെ. ഇതിൻ്റെ ഫലം ഇതാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, അതായത് നിങ്ങൾ തഖ്വ കൈക്കൊള്ളുക എന്നുള്ളത്. നിങ്ങൾക്ക് തഖ്വയുടെ ആ ഒരു പരിശീലനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആദ്യത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് അത് തഖ്വ എന്താണ് എന്നുള്ളതാണ്. ഇത് അറബി വാക്കിലൊരു വാക്കാണ്. വിശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളിലും വന്നിട്ടുണ്ട്. ചില ഭാഗത്ത് തഖ്വ, മുത്തഖി, ഇത്തഖ എന്നും ഈ വഖാ, യഖി, വഖായത്തുൻ എന്നുള്ള വാക്കിൽ നിന്നാണ്. ഇതിന് അർത്ഥം രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അറബി ഭാഷയിൽ വിവിധ ബാബുണ്ട്. അതിൽ ബാബ് ഇഫ്തിയാൽ നിന്നാണ് ഇതുള്ളത്, ഇത്തഖ എന്നുള്ളത്, അതായത് രക്ഷപ്പെടുക എന്നുള്ളത്. ഇതിൻ്റെ പ്രത്യേകത ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടും വേദന സഹിച്ചുകൊണ്ടും ഒരു കാര്യം ചെയ്യുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. കസബൽ മാല എന്ന് പറഞ്ഞാൽ അവൻ സമ്പത്ത് കരസ്ഥമാക്കി. ഇക്തസബൽ മാല എന്നുള്ള അർത്ഥം അവൻ, അതായത് ധനത്തെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അവൻ സ്വായത്തമാക്കി എന്ന അർത്ഥം. അതുകൊണ്ട് തന്നെ ഇത്തഖ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വളരെ കഠിനമായി പരിശ്രമിച്ചുകൊണ്ട് തഖ്വ കൈക്കൊള്ളുക എന്നുള്ളത് അർത്ഥം. ഇതിന് പല രീതിയിലുള്ള ഇതിനുള്ള തഫ്സീറുകളുണ്ട്. ഇതിൻ്റെ ഒരു സാധായിട്ടുള്ളൊരർത്ഥം ഇതാണ്: അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അത് ഏത് കൽപ്പനമായാലും അതിൻ്റെ ഒരു കൽപ്പനയെയും അതിനെ മറക്കാതെ അതിനെല്ലാം പ്രാവർത്തികമാക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരു വിധത്തിലുള്ള തിന്മയിൽ നിന്നും അതിലേക്ക് പോകാതെ രക്ഷപ്പെടുക എന്നുള്ളതാണ് തഖ്വ എന്നുള്ളതിൻ്റെ അർത്ഥം. അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കുക എന്നുള്ള കാര്യത്തിന് രക്ഷപ്പെടുക എന്നുള്ളതാണ് തഖ്വയുടെ അർത്ഥം. റമദാൻ മാലിൻ്റെ പ്രത്യേകത എന്നുള്ളതാൽ ഇതിനെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഒരു കൽപ്പനയെയും അതിനെ അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. സയ്യിദ്ന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ സയ്യിദ്ന ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ മജീദിൽ ശേഷം തഖ്വയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി വസാഹത്ത് ചെയ്യുകയും തഫ്സീർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം ശേഷം മസീഹ് ഇസ്ലാമിൻ്റെ ഖുലഫാക്കളാണ്. ഈ കാലഘട്ടത്തിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് നസറഹുല്ലാഹു നസറൻ അസീസ തൻ്റെ ഖുതുബയിൽ തഖ്വയുടെ ആ ഒരു വിശദീകരണം പറഞ്ഞു തന്നിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് പറഞ്ഞു തരാൻ ശ്രമിച്ചിരിക്കുന്നു. ആ ഖുതുബകൾ വീണ്ടും വീണ്ടും കേൾക്കുകയും അത് പഠിക്കുകയും ചെയ്യേണ്ടതാണ്. സയ്യിദ്ന ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറയുന്നു, അള്ളാഹു സൂറ ഫാത്തിഹയിൽ ഒരു ദുആ പഠിപ്പിച്ചിരിക്കുന്നു: ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അള്ളാഹ്, നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ നടത്തണമേ. അള്ളാഹു നമുക്ക് ഈ ഒരു ദുആ പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ദുആ ചെയ്യുമ്പോൾ ആ ഒരു നേരായ മാർഗം അതെന്താണ്? അതിൻ്റെ ഉത്തരം അള്ളാഹു ഇതാണ് നൽകിയിരിക്കുന്നത്: ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അതായത് ഈ ആ ഗ്രന്ഥമാണ്, അതിനെ സംബന്ധിച്ച് പ്രവചനങ്ങൾ നടത്തപ്പെട്ടിരിക്കുന്നു. ഇത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയിട്ട് ഹിദായത്തിന് മാർഗമാണ്. നാം പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ ഇതെന്താണ്? സയ്യിദ്ന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഖുർആൻ മജീദ് അതിൻ്റെ 700 കൽപ്പനകളിൽ ഞാൻ സത്യമായി പറയുന്നു, ഖുർആൻ്റെ 700 കൽപ്പനകളിൽ നിന്നും ആരെങ്കിലും ഒരു കൽപ്പനയെപ്പോലും അതിനെ തിരസ്കരിക്കുകയാണെങ്കിൽ അവൻ മോക്ഷത്തിൻ്റെ കവാടം തൻ്റെ മുകളിൽ കൊട്ടിയടക്കുകയാണ് ചെയ്യുന്നത്. കശ്തീനുവിൽ പറയുന്നു. അതായത് ഒരു കൽപ്പന പോലും തിരസ്കരിക്കുകയാണെങ്കിൽ അവൻ മോക്ഷത്തിൻ്റെ കവാടം കൊട്ടിയടക്കുകയാണ് ചെയ്യുന്നത് തൻ്റെ മുകളിൽ. ഇത് തഖ്വയുടെ എതിരെയാണുള്ളത്. അതായത് ഒരു കൽപ്പനയും തിരസ്കരിക്കുക എന്നുള്ളത്. എല്ലാ നന്മയുടെയും വേര് അത് ഇത്തഖയാണ്, തഖ്വയാണ്. ഈ ഒരു വേരുണ്ടെങ്കിൽ അതെല്ലാം ഉണ്ട്.
ഈ വേരില്ലെങ്കിൽ, അത് തക്വയുടെ വേരില്ലെങ്കിൽ മറ്റൊരു കർമ്മവുമില്ല. അപ്പോൾ തക്വ എങ്ങനെയാണ് നാം സ്വായത്തമാക്കേണ്ടത്? ഇത് രണ്ട് മാർഗത്തിലൂടെയാണ് സ്വായത്തമാക്കാൻ സാധിക്കുമാവുക. ഒന്ന് മുഖാഫത്തുള്ള, അത് അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത്, അള്ളാഹ് നമ്മളെ പിടിക്കുമെന്നുള്ള ഒരു ഭയം ഉണ്ടാക്കുക. പിന്നെ അള്ളാഹുവിനോടുള്ള സ്നേഹം അതുണ്ടാക്കുക ഹൃദയത്തിൽ. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, അള്ളാഹുവിൻ്റെ മുഹബ്ബത്ത്, അള്ളാഹുവിനെ നാം തിരസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു എന്നെ പിടിക്കുമെന്നുള്ള ഭയം ഉണ്ടാക്കുക. അള്ളാഹു എന്നെ സ്നേഹിക്കും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാൽ എന്നുള്ള കാര്യം മനസ്സിൽ വെക്കുക. ഈ രണ്ട് മാർഗമാണുള്ളത്. ഈ രണ്ട് മാർഗങ്ങൾ എങ്ങനെയാണ് നാം കരസ്ഥമാക്കുക? സയ്യിദുനാ മുസ്ലിം ഇസ്ലാം എന്തെല്ലാം ബയ്യത്തിൻ്റെ നിബന്ധനകൾ പറഞ്ഞിരിക്കുന്നു, അതിൽ മൂന്നാമത്തെ നിബന്ധന ഇതാണ്: അള്ളാഹുവിൻ്റെ എല്ലാ കാരുണ്യത്തെയും ഹൃദയത്തിൽ നിന്ന് മനസ്സിലാക്കുകയും അതിനെ സംബന്ധിച്ച് വിവരിക്കുകയും അള്ളാഹുവിനോടുള്ള ഒരു സ്നേഹം അതിൽ നിന്ന് വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പലവിധ അനുഗ്രഹങ്ങൾ നമ്മുടെ മുകളിലുണ്ട്. ഈ അനുഗ്രഹങ്ങളുടെ വേദന, അതിനെ സംബന്ധിച്ചുള്ള ബോധം അത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അങ്ങനെ ആവുമ്പോൾ അള്ളാഹുവിനെ നാം അനുസരിക്കുന്നതാണ്. ചെറിയ ഒരു കൽപ്പന അത് നാം അതിനെ തിരസ്കരിക്കുകയാണെങ്കിൽ ആ ഒരു മോക്ഷത്തിൻ്റെ വാതിൽ തനിക്കുമേൽ നാം അത് കൊട്ടിയടക്കുന്നവനാകും മാറും. സയ്യിദ്ന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം രാവിലെ നടക്കാൻ പോകുമ്പോൾ, ബട്ടാലയിലേക്കുള്ള ബസ് പോകുന്ന സ്ഥലത്തേക്ക് ഹുസൂർ നടക്കാൻ പോയപ്പോൾ, ഹുസൂറിൻ്റെ 10-12 വയസ്സായിരുന്നു ഹുസൂറിന്. അവിടെ ഒരു മരമുണ്ടായിരുന്നു. അവിടെ സഹാബാക്കൾ അവിടെയുള്ള ആ ഒരു മരത്തിൽ നിന്ന് കൊമ്പുകൾ ഒടിക്കുകയും മിസ്വാക്കായി ഉപയോഗിക്കുകയും ചെയ്തു. ഹുസൂറിന് ഹസ്രത്ത് മസീഹ് ഇസ്ലാമിന് ഹുസൂറിനും ഒരു കമ്പ് കൊടുക്കുകയുണ്ടായി. അപ്പോഴും ഹസ്രത്ത് മസീഹ് ഇസ്ലാം 3 പ്രാവശ്യം കേൾക്കുകയും അതിന് ഒരു ഉത്തരം നൽകുകയും ചെയ്യാതിരുന്നു. മൂന്നാമത്തെ പ്രാവശ്യം ഹുസൂർ പറയുകയുണ്ടായി: നിങ്ങൾ ആരുടെ അനുവാദം കൊണ്ടാണ് ആ ഒരു മിസ്വാക്ക് അവിടെ നിന്ന് നിങ്ങൾ പൊട്ടിച്ചെടുത്തത്, ആ ഒരു കൊമ്പുകൾ? അതായത് ഹുസൂർ ആ ചെറിയ കാര്യത്തെ പോലും ഹുസൂർ ശ്രദ്ധിക്കുകയുണ്ടായി. അതായത് അത് തൻ്റെ മുതലല്ല, അതുകൊണ്ട് അതിൽ നിന്ന് ഒരു കമ്പ് ഒടിക്കുക എന്നുള്ളത് പോലും തനിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് ഹുസൂർ പറയുകയുണ്ടായി. ഖലീഫത്തുൽ മസീഹ് സാനി തഫ്സീർ കബീറിൽ തക്വയെ സംബന്ധിച്ച് ഒരു വലിയൊരു ഉദാഹരണം നൽകുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് ഹുസൂർ തന്നെ ഖുതുബയിൽ പറഞ്ഞിരിക്കുകയുണ്ടായി. അതിതാണ്: ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, തക്വ എന്താണ്? ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അതിൻ്റെ ഉദാഹരണം നൽകിയത്, നിങ്ങൾ ഏതെങ്കിലും ഒരു കാട്ടിലൂടെ നടക്കുകയും അവിടെ വളരെയധികം മുള്ളുകളുള്ള ചെടികളുണ്ടാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുക? അപ്പോൾ പറയുകയുണ്ടായി, ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ അത് എന്നിലേക്ക് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ നടക്കുന്നതാണ്. അപ്പോൾ ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, ഇത് തന്നെയാണ് തഖ്വ. ദുനിയാവിലുള്ള എല്ലാ വിധത്തിലുള്ള തിന്മകളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് നടക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഖല്ലി സുനൂബ സഗീറൻ കബീറഹ സാലിക തുഖ. അവിടുന്ന് ഒരു കവിതയിൽ പറയുകയുണ്ടായി, അതായത് എല്ലാ വിധത്തിലുള്ള വലിയതും ചെറിയതുമായിട്ടുള്ള തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക, അതുതന്നെയാണ് തഖ്വ എന്നുള്ളത്. ഇതൊരു തുടക്കത്തിലുള്ള കാര്യമാണ്. ഇതിന് ശേഷം വളരെ അധികം ഇതിനെ സംബന്ധിച്ചുള്ള തശ്രീഹുകളും തഫ്സീറുകളുമുണ്ട്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുസ്ലിം ഇസ്ലാം ഹൃദയത്തിൽ ജമാഅത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം വേദന ഉണ്ടായിരുന്നുവെന്ന്, സ്നേഹമുണ്ടായിരുന്നുവെന്ന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യുല്ലാഹു തആല ബിൻ അസീസ് തൻ്റെ ഖുതുബയിൽ ഒരു ഖണ്ഡിക അത് വായിക്കുകയുണ്ടായി. ഇത് 28 മെയ് 2018 ഖുതുബയാണ്. ഹുസൂറിൻ്റെ ഈ വാക്കുകൾ ഞാൻ അതുതന്നെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. മസീഹ് ഇസ്ലാം പറയുന്നു,
വളരെയധികം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇൽഹാം ഉണ്ടാവുകയുണ്ടായി. നിങ്ങൾ മുത്തക്കിയാവുക, തഖ്വയുടെ നേരിയ മാർഗത്തിൽ നിങ്ങൾ ചലിക്കുക, അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നാണ് പറയുകയുണ്ടായി. ഇതിൽ നിന്നും എൻ്റെ ഹൃദയത്തിൽ വലിയ അധികം വേദന ഉണ്ടാവുകയുണ്ടായി. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജമാഅത്തിൽ യഥാർത്ഥ തഖ്വ ഉണ്ടാവുക എന്നുള്ളതിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറയുകയുണ്ടായി, ഞാൻ എത്രത്തോളം ദുആ ചെയ്യുന്നു എന്നാൽ ദുആ ചെയ്തു വളരെയധികം ക്ഷീണം വന്നു പോകുന്നു. ചില സമയങ്ങളിൽ ബോധം അത് നഷ്ടപ്പെട്ടു പോകുന്നു. പറയുകയുണ്ടായി, ഏതുവരെ എന്നാൽ ഒരു ജമാഅത്ത് മുത്തക്കിയാവാതിരിക്കുന്നുവോ അള്ളാഹുവിൻ്റെ സഹായം അവരോടൊപ്പം ഉണ്ടാവുകയില്ല. പറയുകയുണ്ടായി, തഖ്വ എന്നുള്ളത് എല്ലാ മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളുടെയും അതിൻ്റെ ഉൾച്ചുരുക്കമാണ്. ഖുറാനിൽ ഒരേ വാക്കിലാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം പറഞ്ഞിട്ടുള്ളത്. അത് തഖ്വയാണ്. ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഈ ജമാഅത്തിൽ യഥാർത്ഥ മുത്തക്കിങ്ങളെ എങ്ങനെയാണ് സൃഷ്ടിക്കുക? ചില ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ അവരെ ഞാൻ ചുമതലപ്പെടുത്തുന്നതാണ്. എന്നിട്ട് എല്ലാ ദുനിയാവിൽ മുഴുകിക്കിടക്കുന്ന ആൾക്കാരെ, ദിവസം രാത്രിയും ദുനിയാവിൽ മാത്രം നടക്കുന്ന ആൾക്കാരെ ഞാൻ ഒരിക്കലും ഗൗനിക്കുന്നില്ല. ഇത് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു വേദനയാണ് ജമാഅത്തിന് വേണ്ടിയിട്ടുള്ള. ഇതിനെ സംബന്ധിച്ചുള്ള ഇതാണ് ഹുസൂറിൻ്റെ ദുആകൾ. ഇന്ന് ജമാഅത്ത് അഹ്മദിയ മറ്റുള്ള മുസ്ലിം കക്ഷികളിൽ നിന്ന് തഖ്വയുടെ കാര്യത്തിൽ വളരെ ഉന്നതിയിലാണുള്ളത്. ഇത് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം ദുആകൾ കൊണ്ട് കാരണം മാത്രമാണ്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യല്ലാഹു തആല മിൻ അസീസിൻ്റെ ഉപദേശങ്ങൾ കൊണ്ടുമാണ്. ജമാഅത്തിൻ്റെ എല്ലാ ഒരു വ്യക്തിയും തഖ്വയുടെ മാർഗത്തിൽ നടക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഈ റമദാനിൽ നമുക്ക് അള്ളാഹു ഈ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ ഉദ്ദേശങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് തഖ്വയുടെ നേരിയ മാർഗത്തിൽ നടക്കാനുള്ള തൗഫീക്ക് നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം ഈ ഒരു ഖണ്ഡികയിൽ ദുആ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് നൽകട്ടെ. എല്ലാ ജമാഅത്തിലെ ഓരോ വ്യക്തിക്കും ഇതിന് തൗഫീക്ക് നൽകട്ടെ. ഈ ദുആൻ്റെ അത് തങ്ങളുടെ മുകളിൽ പൂർത്തിയാക്കുന്നവരാക്കട്ടെ. അള്ളാഹു അവനെ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ മുത്തക്കിയാക്കുന്നതാണ്. ജസാക്കുമുല്ലാ താല ഹസ്ന ജസാ. പ്രോഗ്രാം തുടർന്നുകൊണ്ട് പോവുകയാണ്. അടുത്ത ചോദ്യം മൗലാന അത്താവുൽ മുജീബ് ലോൺ സാഹിബിനോടാണ്. റമദാനിൽ മുബാറക്കിലെ അതിൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണെന്നതിനെ കുറിച്ച് പറയുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റമദാൻ മുബാറക്ക് വളരെ മഹത്തായിട്ടുള്ള ശ്രേഷ്ഠമായൊരു മാസമാകുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നാം ഈ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ മാസം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള അതിനുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്ന തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ മഹത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹദ്റത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റിവായത്തിൽ വരുന്നു, ഈ ഷാബാൻ്റെ അവസാനത്തിൽ ഒരിക്കൽ ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനെ സംബന്ധിച്ച് ഖുതുബ നൽകുകയുണ്ടായി. മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ മേൽ ഒരു മഹത്തായിട്ടുള്ള ഒരു മാസം വരാൻ പോവുകയാണ്. ഈ മാസത്തിൽ അതിലൊരു രാത്രിയുണ്ട്. അത് 1000 രാത്രികളേക്കാൾ ഉത്തമമായിട്ടുള്ളതാണ്. പറയുന്നു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊരു മഹത്തായ മാസമാകുന്നു. ഇതിൽ നഫലുകൾ, അതിൻ്റെ പ്രതിഫലം ഫർദിന് സമമായിട്ടായിരിക്കും. ഫർദിനുള്ള പ്രതിഫലം 70 മടങ്ങ് ഇരട്ടിയായിട്ടായിരിക്കും അള്ളാഹു നൽകുന്നത്. പിന്നീട് ഹുദൂർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മാസം ക്ഷമയുടെ മാസമാണ്. ആ ക്ഷമയുടെ പ്രതിഫലം അത് ജന്നത്ത്, സ്വർഗമായിട്ടായിരിക്കും ലഭിക്കുന്നത്. ഇത് അനുകമ്പയുടെ മാസമാകുന്നു. ഈ മാസത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിത വിഭവം അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകുന്നു. ഹുസൂർ പറയുന്നു, ഇത് മഹത്തായിട്ടുള്ള മാസമാകുന്നു. ഇതിൽ ആദ്യത്തെ മാസം റഹ്മത്തിൻ്റെതും, രണ്ടാമത്തേത് പാപപൂർത്തിയുടെയും, മൂന്നാമത്തേത് അഗ്നിയിൽ നിന്നുള്ള രക്ഷ നേടുന്നതിൻ്റെയും മോചനം
നേടുന്നതിനും സംരക്ഷണം പ്രാപിക്കുന്നതിനുള്ള മാസമാകുന്നു. ഒരിക്കൽ ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റമദാനെ സംബന്ധിച്ച് പറയുകയുണ്ടായി, ലൗ യഅലമുൽ അബ്ദു മാഫി റമദാന ലവദ്ദ അൻ യകൂന റമദാനു കുല്ലസന. ഈ പരിശുദ്ധ റമദാൻ എത്രത്തോളം അനുഗ്രഹീതമായൊരു മാസമാണെന്നാൽ അള്ളാഹുവിൻ്റെ ദാസൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് അറിയുകയാണെങ്കിൽ എത്രത്തോളം അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ട് എന്ന് മനസ്സിലാകുകയാണെങ്കിൽ അവൻ ആഗ്രഹിക്കുക മുഴുവൻ വർഷവും റമദാൻ ആയിരുന്നില്ല എത്ര നന്നായെന്നായിരുന്നു. ഇതാണ് അതിൻ്റെ ആ മഹത്വവും ആ ശ്രേഷ്ഠതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ഒരു ഖുത്ബയിലും ഷാബാൻ്റെ മാസത്തിലെ ഖുത്ബയിലും ഹുസൂർ പറയുകയുണ്ടായി, ഇത് ഒരു ശ്രേഷ്ഠമായ അനുഗ്രഹീതമായൊരു മാസമാണ് ഈ പരിശുദ്ധ റമദാൻ മാസം. ആ ഒരു മാസമാണ് ഏതാനും ദിവസങ്ങളിൽ നമ്മളിൽ വന്നു ചേരുന്നത്. താങ്കളുടെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, അത് ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? അത് ഈ ലക്ഷ്യം എന്ന് പറയുന്ന സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൗലാന ഹമീദ് കോസർ സാബ് അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അള്ളാഹു സ്വയം വിശുദ്ധ ഖുർആനിൽ പറയുകയുണ്ടായി. വിശുദ്ധ ഖുർആന്റെ ഈ ആയത്ത് അള്ളാഹു പറയുകയുണ്ടായി, യാ യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ്സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സൂറത്തുൽ ബഖറ. അല്ലേ വിശ്വാസികളെ, നിങ്ങൾക്ക് റമദാനിലെ നോമ്പ് നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ട നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ലക്ഷ്യം എന്താണ് പറഞ്ഞത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ കൈവരിക്കുന്നതിന്, സൂക്ഷ്മത കൈവരിക്കുന്നതിന് വേണ്ടി. ഈ തഖ്വയെ സംബന്ധിച്ചുള്ള ആ വിശദീകരണത്തിന് ആവശ്യമില്ല, അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഹമീദ് കോസർ സാബ് ആദ്യത്തെ ചോദ്യത്തിന് മറുപടിയായിട്ട് വളരെ വിശദമായിട്ട് നിങ്ങളെ കേൾപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഏതിരുന്നാലും ഈ പരിശുദ്ധ റമദാൻ്റെ ഈ നോമ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് അത് അള്ളാഹു തഖ്വയാണ്, ഭയഭക്തിയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ കേൾക്കുകയുമുണ്ടായി. എന്താണ് തഖ്വ എന്നുള്ളത്? അത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അബ്ദുല്ലാഹ് തആല ബിൻ നസ്രിൽ പറയുകയുണ്ടായി, തഖ്വ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ പറഞ്ഞിട്ടുള്ള കൽപ്പനകളെ അനുസരിക്കുകയും അള്ളാഹു എന്തിൽ നിന്നാണോ വിലക്കിയിട്ടുള്ളത് അതിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്, രക്ഷപ്പെടുക എന്നുള്ളതാണ്, പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോസർ സാ ഒരു ഉദാഹരണം തന്ന് നിങ്ങളെ മനസ്സിലാക്കുകയുണ്ടായി. ആ ഒരു മുള്ളുള്ള സ്ഥലത്തൂടി പോകുമ്പോൾ നമ്മുടെ വസ്ത്രത്തെ എപ്രകാരം രക്ഷിക്കുന്നു, അതേപോലെ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ് തഖ്വ എന്നുള്ളത്. അത് ആന്തരികമായി പറയുകയാണെങ്കിൽ അതൊരു നമ്മുടെ ആത്മീയ വസ്ത്രമാകുന്നു. ആ ആത്മീയ വസ്ത്രത്തെ, ആ ഭൗതികതയുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുക, പിശാചിൻ്റെ ആ ആക്രമണങ്ങളിൽ നിന്ന് ആ ആത്മീയ വസ്ത്രത്തെ രക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് പോകുക. അതാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. അത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് തആല ബിൻ നസ്രിൽ പറയുകയുണ്ടായി. തഖ്വയെ വിശദീകരിച്ചുകൊണ്ട്, തഖ്വ എന്ന് പറയുന്നത് എല്ലാ ജോലിയും മനുഷ്യൻ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൻ്റെ തൃപ്തിയെ മുൻനിർത്തിയായിരിക്കണം. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നാം ചെയ്യുമ്പോൾ, എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ, അപ്പോഴാണ് ആ നോമ്പിൽ നിന്നുള്ള യഥാർത്ഥ ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് ആ പിശാചിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ സാധ്യമാകുകയുള്ളൂ. തഖ്വയെ സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി മൂത്രം കോസർ സാബ് പറയുകയുണ്ടായി. പല സ്ഥലങ്ങളിലും ഹുസൂർ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഹുസൂർ പറയുകയുണ്ടായി, ഹദ്റത്ത് മസീഹ് വസ്സലാം, ഈ കാലഘട്ടത്തിൽ തഖ്വയുടെ ആ മേഖല വളരെ പരന്നു കിടക്കുകയാണ്. എൻ്റെ വരവിൻ്റെ ഉദ്ദേശം തന്നെ ജനങ്ങളെ തഖ്വയിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ജനങ്ങളുടെ കയ്യിൽ വാൾ കൊടുക്കുന്നതിന് വേണ്ടിയല്ല വന്നിട്ടുള്ളത്, യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയല്ല, പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയല്ല വന്നിട്ടുള്ളത്. ഞാൻ വന്നിട്ടുള്ളത്, അതിൻ്റെ ഉദ്ദേശം ഈ കാലഘട്ടത്തിൽ ആ തഖ്വയുടെ മൈതാനം കാലിയാണ്. ജനങ്ങളെ വീണ്ടും തഖ്വയുടെ ആ മാർഗത്തിൽ കൊണ്ടുവരിക, അതിനുവേണ്ടിയാണ് എന്നെ അയക്കപ്പെട്ടിട്ടുള്ളത്. ഇതാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അത് ഉണ്ടാക്കുവാനായി ശ്രമിച്ചത്. അതാണ് ഇപ്പോൾ നാം ആ ഒരു തഖ്വയാണ് യഥാർത്ഥം നോമ്പിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് നാം കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, ഈ റമദാൻ അതിൻ്റെ ബന്ധവും റമദാൻ തഖ്വയുമായിട്ടാണ്. അതായത് പാപങ്ങളിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകൾ ഞാൻ സമർപ്പിക്കുകയാണ് സമയമനുസരിച്ച്. ഹുസൂർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി ഒരു ഹദീസിൽ,
മൻ സാമ റമദാന ഈമാനൻ വ എഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ ബിസംബി. ആരാണോ ഈ റമദാനിൽ വളരെ വിശ്വാസത്തോടും കൂടി അത് അനുഷ്ഠിക്കുന്നത്, അവരുടെ എല്ലാ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കപ്പെടുന്നതാണ്. മറ്റൊരവസരത്തിൽ ഹുസൂർ പറയുകയുണ്ടായി, മൻ കാമ റമദാന ഈമാനം വ എഹ്തിസാബൻ ഖറജ മിന സുനൂബി കയോമിൻ വലിദക്കും. അതായത് ഒരു വ്യക്തി റമദാനിലെ നോമ്പ് പിടിച്ചുകൊണ്ട് നഫലുകൾ നമസ്കരിക്കുകയാണെങ്കിൽ ഏതുപോലെ മാതാവിൻ്റെ വയറ്റിൽ നിന്നും പിറന്നപ്പോൾ ഉണ്ടായ പോലെ പരിശുദ്ധമായിരുന്നു, അതേപോലെ പാപങ്ങളിൽ നിന്നും പരിശുദ്ധനായിരിക്കും. അതായത് ആ ജനന സമയത്ത് പാപങ്ങളിൽ നിന്ന് ശുദ്ധനായിരുന്നുവോ അതേപോലെ തന്നെ ഈ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ അവൻ എല്ലാ നിബന്ധനകളും കൂടി നാം നോമ്പെടുക്കുകയാണെങ്കിൽ ആ പാപങ്ങളിൽ നിന്നെല്ലാം ആ കുട്ടിയെ പോലെ പരിശുദ്ധനായിരിക്കും. മറ്റൊരവസരത്തിൽ ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹി ജഅല ബൈനഹു ബൈനൻ നാരി ഖന്ദകൻ കമാ ബൈനൽ അർദി വസ്സമാ. ഒരു ദിവസം വേണമെങ്കിലും നോമ്പെടുക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പെടുക്കുകയാണെങ്കിൽ, വിശ്വാസത്തോടു കൂടി നോമ്പെടുക്കുകയാണെങ്കിൽ അവൻ്റെയും നരകാഗ്നിയുടെയും ഇടയിൽ ഒരു വലിയൊരു കിടങ്ങ് കുഴിക്കുന്നു. അതിൻ്റെ ദൂരം എന്ന് പറയുന്നത് ആകാശവും ഭൂമിയും തമ്മിലുള്ള അത്ര ദൂരമായിരിക്കും, അത്ര ദൂരത്തിലായിരിക്കും ഉള്ളൊരു കിടങ്ങായിരിക്കും. അതായത് ആ ദാസിൽ നിന്നും ആ നരകത്തിൽ നിന്നും, അതായത് പരിപൂർണമായും അഗ്നിയിൽ നിന്ന്, നരകാഗ്നിയിൽ നിന്ന് അവനെ രക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നതായിരിക്കും. എല്ലാ നിലയിലും അവനെ സംരക്ഷിക്കുന്നതായിരിക്കും. ഇതാണ് റമദാന്റെ യഥാർത്ഥ ലക്ഷ്യം. ഇതാണ് റമദാന്റെ യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം. അതായത് ഒരു മനുഷ്യൻ പരിപൂർണമായ നിലയിൽ റമദാന്റെ ആ നോമ്പിൽ നിന്ന് പ്രയോജനം എടുത്തുകൊണ്ട് പാപങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ചില ഉദാഹരണങ്ങൾ നൽകി നമ്മെ അതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്നുള്ളത് അതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് അനിവാര്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അത് ഖലീഫത്തുൽ മസീഹ് ഖാമിസും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും പറയുകയുണ്ടായി. ഹുസൂർ പറയുന്നു, ഈമാനൻ വ ഇഹ്തിസാബൻ, ഈ രണ്ട് വാക്കുകൾ ഈ വിശ്വാസത്തോടു കൂടിയും അതോടെ തന്നെ തൻ്റെ ആത്മാവിനെ അവലോകനം ചെയ്തുകൊണ്ടും പരിശോധന നടത്തിക്കൊണ്ടുമായിരിക്കണം അവൻ ആ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. ഏതുവരെ അള്ളാഹുവിൽ വിശ്വാസം പരിപൂർണമായിട്ടില്ലയോ, അതോടൊപ്പം തന്നെ സ്വയം തന്നെ അവലോകനം നടത്തുന്നില്ലയോ, എത്രത്തോളം നാം അള്ളാഹുവിന് അടുത്തിട്ടുണ്ട്, അള്ളാഹുവിനുള്ള ബന്ധം എത്രത്തോളം ഉണ്ട്, എത്രത്തോളം അതിൽ അകന്നിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് അവലോകനം നടത്തുന്നില്ലയോ, അതുവരെ അത് സാധ്യമല്ല. അത് മസീഹ് വസ്സലാം ചില ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ എനിക്ക് മനസ്സിൽ വരുന്നുണ്ട്. ഹുസൂർ ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി, ഒരു ആടിൻ്റെ മുന്നിൽ ഒരു സിംഹമുണ്ടെങ്കിൽ അത് ഒരു പുല്ലുപോലും അതിന് തിന്നാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ജീവനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും. അഥവാ ഞാൻ അല്പമെങ്കിലും തല താഴ്ത്തിയാണെങ്കിൽ ആ പുലി അല്ലെങ്കിൽ ആ സിംഹം എൻ്റെ മേൽ ചാടി വീഴുകയും എന്നെ പിടിക്കുകയും ചെയ്യുന്നതാണെന്ന് അറിയായിരിക്കും. അപ്പോൾ ഹുസൂർ പറയേണ്ടാൽ നമ്മുടെ ഉള്ളിലും ആ ആടിനെ പോലുള്ള അത്ര ഭയം പോലും ഇല്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. അത്രത്തോളമുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിലില്ലേ എന്ന് ഹുസൂർ ചോദിക്കുകയുണ്ടായി. ഒരു വലിയൊരു വ്യക്തിത്വം, എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം, ഒരു അസ്തിത്വം നമ്മുടെ മുന്നിലുണ്ട്. അത് നാം പാപം ചെയ്യുകയാണെങ്കിൽ ആ പാപത്തിന് പകരമായി നമുക്ക് ശിക്ഷിക്കാൻ അധികാരമുള്ള ഒരു അസ്തിത്വമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈമാനൻ വ ഇഹ്തിസാബൻ, അള്ളാഹുവിലുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടും അതോടൊപ്പം തന്നെ നമ്മുടെ പരിപൂർണമായ നമ്മെക്കുറിച്ചുള്ള അവലോകനവും അതിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നാം ഏത് പദവിയിലാണ്, ഏത് നിലവാരത്തിനുള്ള നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ അവസാനമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഖലീഫത്തുൽ മസീഹ് ഖാമിസിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹം. ഹുസൂർ പറയുന്നു, മറ്റൊരു റമദാനും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. റമദാൻ വരാൻ പോവുകയാണ്, അതുകൊണ്ട് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഹുസൂർ പറയുന്നു, മറ്റൊരു റമദാൻ കൂടി നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ പറയുന്നു, റമദാൻ വരുന്നത് നിങ്ങൾ തഖ്വ കൈക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇത് തഖ്വയ്ക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത് നമ്മളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമുക്ക് വളരെ ഉത്തരവാദിത്വം നമ്മളിൽ ഇടുന്നുണ്ട്. നമ്മൾ സ്വയം അവലോകനം നടത്തിക്കൊണ്ട് അനിവാര്യമാണ് ഈ ഒരു ദിനത്തിൽ പ്രത്യേകം നാം ഒരു അവസ്ഥ നമ്മുടെ സംജാതമാക്കേണ്ടതുണ്ട്.
ഈ തക്വയുടെ നിലവാരത്തെ നാം ഉയർത്തേണ്ടതുണ്ട്. അത് അള്ളാഹു ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണം. ഇത് റമദാനിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കരുത്, മറിച്ച് അതിനുശേഷം നമ്മുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാക്കി മാറ്റേണ്ടതാണ്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജൂൺ 2, 2017. ഈ കാര്യത്തിലൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഹുസൂറിൻ്റെ ഈ ദുആ നമുക്കെല്ലാവർക്കും നാം എല്ലാവരും അതിൽ അവകാശത്തിലെത്തിയിട്ട് എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഈ റമദാൻ്റെ ഈ അനുഗ്രഹങ്ങൾ നമുക്ക് കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ജസാക്കുമുല്ലാ ഹസൻ ജസാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ പ്രോഗ്രാമിൽ ഒരു ടെലിഫോൺ കോണർ വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് ആരിഫുസ്സമാൻ സാഹിബ് ഈ സമയത്ത് ഓൺലൈൻ നമ്മോടൊപ്പം വന്നിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ആരിഫുസ്സമാൻ സാഹിബ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹദീസിൽ ബുഖാരിയിൽ വരുന്നു, ആരാണോ പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി റമദാനിൽ നോമ്പെടുക്കുന്നവൻ്റെ എല്ലാ തിന്മകളും പുറത്തു കൊടുക്കപ്പെടുന്നു. ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യം ഇതിനെ സംബന്ധിച്ചൊന്ന് വിശദീകരണം നൽകുക. ഹമീദ് ഖോസ സാബ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് മുജീബ് സാഹിബ് നൽകിയതാണ്. അതിനെ സംബന്ധിച്ച് കുറച്ച് കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ ഉപയോഗിച്ചുള്ള വാക്ക് ഈമാനൻ വഹ്തിസാബൻ, അത് തൻ്റെ ആത്മപരിശോധന നടത്തിക്കൊണ്ട് എന്തെല്ലാമാണ് നാം ചെയ്യുന്നത് എന്നുള്ളത്. ഇത് സംബന്ധമായിട്ട് ഒരു തോബ അത് നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം, ഒരു കുറ്റബോധം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. അള്ളാഹു, നീ ഞങ്ങൾക്ക് ഈ തിന്മകൾ നമുക്ക് നീ പുറത്തു നൽകണമെന്ന് പറയണം. ഒരിക്കലും ഇനി തിന്മ ഞാൻ ഇത് ആവർത്തിക്കുകയില്ല എന്ന് പറയണം. അള്ളാഹു എന്നെ കാണുന്നു, അള്ളാഹു എത്രത്തോളം അധികം നമുക്ക് അള്ളാഹു എന്നെ കാണുന്നു എന്നുള്ള വിശ്വാസം ഉണ്ടാകുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അവൻ മറ്റുള്ള തിന്മകളിലേക്ക് പോകുകയില്ല. ഞാൻ തക്വയെ സംബന്ധിച്ച് പറയുകയുണ്ടായി. തക്വയിൽ ഈ കാര്യമാണുള്ളത്, അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ള കാര്യമാണുള്ളത്. ഞാൻ ഈ ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു എന്നോട് തൃപ്തിപ്പെടുന്നതാണ്. ഈ സ്നേഹം അത് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുമ്പോൾ അള്ളാഹു അവനോട് പ്രതിപ്പെടുന്നു. ഒരു ധിക്കാരം ഏതെങ്കിലും കൽപ്പനയെ സംബന്ധിച്ച് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ അതിനെ അതൃപ്തിപ്പെടുത്തുന്ന കാര്യമാണ്. ആ ഒരു വേദന ഹൃദയത്തിലുണ്ടാകുമ്പോൾ ഒരിക്കലും ആ ഒരു തിന്മ അവൻ ചെയ്യുന്നില്ല. നോക്കുക, ലോകത്തിലുള്ള നിയമങ്ങൾ നോക്കുക. ഒരു വ്യക്തി കളവ് ചെയ്യുമ്പോൾ പോലീസ് പിടിക്കുന്നു. പക്ഷേ ഇവിടെ ആരും ഈ ലോകത്ത് ആരും അവനെ പിടിക്കുന്നില്ല. പക്ഷേ അവൻ്റെ ഈമാൻ ഈ കാര്യത്തിലാണുള്ളത്. ഞാൻ മരിച്ചതിന് ശേഷം അള്ളാഹുവിന് മുമ്പിൽ ഹാജരാകുന്നതാണ്. അപ്പോൾ എൻ്റെ ചെറിയ ചെറിയ കർമ്മങ്ങളെ സംബന്ധിച്ചും അവിടെ ചോദിക്കപ്പെടുന്നതാണ്. ഈ ലോകത്തെന്നെ പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും ഈ ഒരു കാര്യം, ഈ ഒരു ഹദീസിൽ, അത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എന്ന് വിവരിക്കപ്പെട്ട ഈ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരാണ് മുൻകഴിഞ്ഞ തിന്മകളെല്ലാം ഇങ്ങനെ അതിനെ പരിശോധിക്കുന്നത്, അവൻ്റെ എല്ലാ തിന്മകളും പൊറുക്കപ്പെടുന്നതാണ്. അവൻ്റെ പരിപൂർണമായി ഈമാൻ ഈ ഭാഗത്തായിരിക്കണം. അവൻ്റെ മുൻകഴിഞ്ഞ എല്ലാ തിന്മകളും അത് പൊറുക്കപ്പെടണമെന്ന് അവൻ ഹൃദയത്തിൽ നിന്നും ദുആ ചെയ്യണം. ഈ ഒരു തിന്മ ഞാൻ വീണ്ടും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു എന്നെ പിടിക്കുമെന്നുള്ള ഭയമുണ്ടാവണം. അങ്ങനെയാവുമ്പോൾ ഈ റമദാൻ വരികയാണെങ്കിൽ അവൻ്റെ തിന്മകളെല്ലാം പുറത്തുപെടുക്കുന്നതാണ്. ജസാക്കുമുല്ലാഹ്. മറ്റൊരു ചോദ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാമെന്ന്. മുഹത്തറം ബഹുമാനപ്പെട്ട അവർ ചോദ്യം, മരിച്ച ആർക്കെങ്കിലും വേണ്ടി അവർക്ക് വേണ്ടി നോമ്പ് വെക്കാൻ സാധിക്കുമോ? ഞാൻ അത്താൽ മുജീബ് സാബ് ലോൺസ് അവനോടാണ് ചോദിക്കുന്നത്. ഇതൊരു ഫിഖ്ഹി സവാലാണ്, കർമ്മശാസ്ത്രപരമായിട്ടുള്ളത്. അത് ഫിഖ്ഹി മസാല എന്നുള്ള വളരെ ഒരു പ്രോഗ്രാം നമ്മൾ MTയിൽ വരുന്നുണ്ട്. അവിടെയാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത്. എന്തായാലും സംക്ഷിപ്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, റോസയെ സംബന്ധിച്ച്, നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലുമെല്ലാം അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ ഒരിടത്തും തന്നെ മരിച്ചവർക്ക് വേണ്ടി, പരേതർക്ക് വേണ്ടി ഒരു ജീവിച്ചിരിക്കുന്ന ഒരാൾ നോമ്പ് വെക്കുന്നതിനെ കുറിച്ചുള്ള പരാമർശം എവിടെയും വന്നിട്ടില്ല.
ഒരു വ്യക്തി മരിച്ചുപോയാണെങ്കിൽ അത് ആ വ്യക്തിയുടെ കർമ്മങ്ങൾ അതോടുകൂടി തന്നെ അവരുടെ മരണത്തോടുകൂടി തന്നെ അവസാനിക്കുകയാണ്. അതിൻ്റെ അവരുടെ കർമ്മങ്ങളുടെ പ്രതിഫലവും ശിക്ഷയുമെല്ലാം അതുമെല്ലാം അള്ളാഹുവിൻ്റെ അടുത്താണ് പിന്നെ ഉള്ളത്. അതുകൊണ്ട് അവരുടെ അതിന് നോമ്പോ അല്ലെങ്കിൽ നമസ്കാരമോ അവർക്ക് വേണ്ടി അനുഷ്ഠിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് ഹദീസുകളിലൊന്നും അതിനെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. അത് ഫിഖി മസായിലുള്ള ആ പ്രോഗ്രാം, അതിലേക്ക് നിങ്ങൾക്ക് ചോദിച്ച് നിങ്ങൾക്ക് അത് തൃപ്തി അടയാവുന്നതാണ്. ജസാക്കുമുല്ലാ വഹ്സനുൽ ജസാ. പ്രോഗ്രാമിൻ്റെ മുന്നോട്ട് മുഹമ്മദ് ഹമീസ് ഖോസറോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, റമദാൻ മുബാറക്കിൽ വിശുദ്ധ ഖുർആനുമായിട്ട് റമദാൻ്റെ ഒരു ബന്ധമുണ്ട്, അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ റമദാനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഒരായത്തിൽ വന്നിരിക്കും, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതായത് റമദാൻ ആ മാസമാണ്, ഏത് മാസത്തിലാണോ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത്. ഇനി വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടതിനെ സംബന്ധിച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ, ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു തഫ്സീർ കബീറിൽ പറഞ്ഞിരിക്കുന്നു, എല്ലാ അധിക റിവായത്തിൽ നാം കാണുന്നു 24 റമദാൻ മുബാറക്ക് മുതൽ ഖുർആൻ ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ആ സമയത്ത് ഈ മാസത്തിൻ്റെ മാസം റമദാൻ ആയിരുന്നില്ല. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ഈ മാസത്തിന് റമദാൻ എന്ന് പേരിട്ടത്. 24 റമദാൻ മുതൽ തുടങ്ങുന്നു. ഈ റമദാനിലാണ് ഈ ഒരു ഖുർആൻ ഇറങ്ങിയതെന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് വിശുദ്ധ ഹദീസിലാണ് വന്നിരിക്കുന്നത്. സയ്യിദന ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അവരിൽ നിന്ന് റിവായത്ത് വരുന്നു, അവർ പറയുന്നു, ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് മുന്നേ ആ രോഗാവസ്ഥയിൽ ഫാത്തിമ റളിയല്ലാഹു തആലയോട് പറയുകയുണ്ടായി, എല്ലാ വർഷവും ജിബ്രീൽ എൻ്റെ അടുക്കൽ വരികയും വിശുദ്ധ ഖുർആൻ പരിപൂർണമായി എനിക്ക് കേൾപ്പിച്ചു തരുമാറുണ്ടായിരുന്നു എന്ന്. അതായത് ഈ പ്രാവശ്യം പറയുന്നു, ഇപ്രാവശ്യം ജിബ്രായിൽ 2 പ്രാവശ്യം അത് കേൾപ്പിച്ചു തരികയുണ്ടായി എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ റമദാനിലാണ് ഇറക്കപ്പെട്ടത് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് തെളിയുന്നു. അതായത് എല്ലാ റമദാനിലും വിശുദ്ധ ഖുർആൻ പരിപൂർണമായി 1 പ്രാവശ്യം കൂടി അത് ഇറക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് പല പ്രാവശ്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും അത് റമദാനിൽ ഇറക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും ആ ഒരു റമദാനിൽ 2 പ്രാവശ്യം വിശുദ്ധ ഖുർആൻ പരിപൂർണമായി എല്ലാ ആയത്തുകളും ഇറക്കപ്പെട്ടു എന്ന് നമുക്ക് ആ ഒരു ഹദീസിൽ മനസ്സിലാവുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം 2 പ്രാവശ്യം ആ ഒരു അവസാനത്തെ റമദാനിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അവസാനത്തെ റമദാനിൽ അത് ഇറക്കപ്പെട്ടു. ഇനി രണ്ടാമത്തെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഖുർആൻ. ഇതിനെ സംബന്ധിച്ച് മുൻകഴിഞ്ഞ കാര്യത്തിൽ പറഞ്ഞ പോലെ ദാരിക്കൽ കിതാബ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഖുർആൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഖുർആൻ എന്നുള്ളത് ഖറ എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതായത് വളരെയധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥം. ഇന്ന് പോലും ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. തറാവിയിൽ അത് വായിക്കപ്പെടുന്നു. എല്ലാ മുസ്ലിമും കൂടുതലായത് വായിക്കാൻ ശ്രമിക്കുന്നു. ജമാഅത്ത് അഹ്മദിയിലെ എല്ലാ വ്യക്തികളും അവർ പരിശ്രമിക്കുന്നു, കുറഞ്ഞ പക്ഷം 1 പ്രാവശ്യം ഖുർആൻ പരിപൂർണമായി വായിക്കുക എന്ന് അവർ പരിശ്രമിക്കുന്നു റമദാനിൽ. ഇത് ജിബ്രായിൽ അലൈഹിസ്സലാം സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു സുന്നത്തിൻ്റെ അടിസ്ഥാനമായിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അഹ്മദി അംഗങ്ങൾ ഇതെല്ലാം ചെയ്യുന്നു. അത് ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് റളിയല്ലാഹു തആല അൻഹു അസീസ് പറഞ്ഞ ഒരു കാര്യം 4 സെപ്റ്റംബർ 2009 പറഞ്ഞ ഒരു ഖണ്ഡിക ഞാൻ നിങ്ങൾ വിളിക്കുകയാണ്. റമദാൻ മുബാറക്കിൻ്റെ മാസവുമായിട്ട് ഖുർആനുമായിട്ടൊരു പ്രത്യേക ബന്ധമുണ്ട്. അള്ളാഹുവിൻ്റെ അവസാനത്തെ ശരീഅത്ത്
ഈ ഒരു മാസത്തിലാണ് ഇറക്കപ്പെട്ടത്. ഇത് ഇറങ്ങാൻ തുടങ്ങിയത് ഈ മാസത്തിലാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ വിശുദ്ധ ഖുർആൻ വായിക്കുന്നതിലേക്ക് കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം. വെറും തിലാവത്ത് മാത്രമല്ല, പക്ഷേ ഇതിൽ പറയപ്പെട്ട കൽപ്പനകളെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതാണ്. മുഴുവൻ വർഷവും ഈ കൽപ്പനകളെ സംബന്ധിച്ച് അതിൽ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അതായത് ഹുസൂർ പറയുന്നത് നമ്മളെ ശ്രദ്ധയിരിക്കുന്ന എല്ലാ അഹമ്മദികളും കുറഞ്ഞ പക്ഷം ഒരു പ്രാവശ്യം ഖുർആൻ വായിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ മാസത്തിൽ. രണ്ടാമത്തെ കാര്യം ഇതാണ്, വിശുദ്ധ ഖുർആനിൽ വിശുദ്ധ ഖുർആൻ 77,934 വാക്കുകളാണ് ഖുർആനിലുള്ളത്. 7,940 ആയത്തുകൾ അത് ഇറങ്ങിയിരിക്കുന്നു. ഈ ആയത്തുകൾ ഇറങ്ങുമ്പോഴെല്ലാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹാബാക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കുകയും സഹാബാക്കൾ അത് മനസ്സിലാക്കുകയും അത് മനഃപ്പാഠമാക്കുകയും അത് പല ഭാഗങ്ങളിൽ എഴുതപ്പെടുകയും ചെയ്യുകയുണ്ടായി. ഒരു കാര്യം നാം നോക്കുകയാണെങ്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇതിൻ്റെ കൽപ്പനകൾ വിശുദ്ധ ഖുർആൻ റമളാനിലാണ് ഇറക്കപ്പെട്ടത്. ഈ റമളാൻ മാനസിക പരിശുദ്ധീകരണത്തിൻ്റെ മാസമാണ്. ഇത് ഒരു മനുഷ്യൻ്റെ ഹൃദയം അത് പരിശുദ്ധീകരിക്കേണ്ട കാലമാണ്. വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അല്ലാഹു ലാ യമസ്സഹു ഇല്ലൽ മുത്തഹറൂൻ. അതായത് വിശുദ്ധ ഖുർആൻ്റെ ആ ഒരു അറിവുകൾ, അതിൻ്റെ വിശദീകരണങ്ങൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യന് പരിശുദ്ധീകരണം അത് ആവശ്യമാണ്. അവൻ്റെ ആത്മാവ് അത് പരിശുദ്ധമായിരിക്കണം. സൂറ ജുമയിൽ വന്നിരിക്കുന്നു, യു അല്ലിമുൽ കിതാബ. അതായത് ആ ഒരു പ്രവാചകനെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി ആ ഒരു ഗ്രന്ഥം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും മാനസിക പരിശുദ്ധി അവർക്ക് ചെയ്തു കൊടുക്കുന്നു എന്നും പറയുന്നു. അതായത് ആ ഒരു വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പഠിക്കാനും വേണ്ടിയിട്ട് സ്വന്തം ഹൃദയം അത് പരിശുദ്ധമാക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. മറ്റുള്ള മുസ്ലിങ്ങൾ നോക്കുക, അവർ വിശുദ്ധ ഖുർആൻ വായിക്കുന്നു, അറബി അവർക്കറിയാം, അവർ അതിൻ്റെ തർജ്ജമ വായിക്കുന്നു. അറബിയിൽ വളരെയധികം അറിവുള്ള ജനങ്ങൾ ലോകത്തുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, ഹൃദയത്തിൻ്റെ ആ ഒരു പരിശുദ്ധി ഇല്ലാത്ത കാരണത്താൽ ഖുർആൻ്റെ ആ ഒരു അറിവ് അതവർക്കില്ല. താങ്കളുടെ ഒരു ചോദ്യം വിശുദ്ധ ഖുർആൻ്റെ അതുപോലെ തന്നെ റമളാൻ്റെ ആ ഒരു ഗഹനമായിട്ടുള്ള ഒരു ബന്ധം അത് ഈ കാര്യത്തിൽ നിന്ന് വ്യക്തമാണ്. വിശുദ്ധ ഖുർആനെ അള്ളാഹു റമളാൻ മാസത്തിലാണ് ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തരം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ എല്ലാ റമളാൻ മാസത്തിലും ഖുർആൻ ഒരു കൂടി പ്രാവശ്യം അത് ഇറക്കിയിരുന്നു. അങ്ങനെ അവസാന റമളാനിൽ 2 പ്രാവശ്യം വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിൽ ഇറക്കുകയുണ്ടായി. ഇതിൻ്റെ സംബന്ധിച്ച് നാം അതിനെ വായിക്കുകയും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയും വേണം. അത് വിശുദ്ധ ഖുർആൻ വെറും വായിക്കുക എന്നുള്ളതിലും ഒരു നന്മയുണ്ട്. ഞാൻ അലിഫ് ലാം മീം എന്ന് വായിക്കുക എന്നുള്ളത് ഒരു വാക്കാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാ ഓരോ വാക്കിൻ്റെ 10 നന്മയാണുള്ളത്. വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. അതായത് ഈ കാലഘട്ടത്തിൽ, പുതിയ അറിവിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ യുവാക്കൾ, വിദ്യാർത്ഥികൾ ഇവർക്കെല്ലാം വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അവരെ പഠിക്കാനും അതിനെപ്പറ്റി ചിന്തിക്കാനും വേണ്ട ആവശ്യമാണുള്ളത്. വിശുദ്ധ ഖുർആൻ്റെ തർജ്ജമ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തഫ്സീർ കബീർ, അതുപോലെ തന്നെ ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് റളിയല്ലാഹു തആല ഇബ്നു അസീസിൻ്റെ തൻ്റെ ഖുതുബയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഉദ്ധരണികൾ, അധ്യാപനങ്ങൾ, അതെല്ലാം
ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ചാണ്. അതിൻ്റെ ആവശ്യത്തെ തുടർന്നാണ് ഹുസൂർ എല്ലാം വിവരിക്കുന്നത്. ഈ കാര്യമെല്ലാം അത് മനസ്സിലാക്കാത്തവണ്ണം നമ്മൾ അതിനെ ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പോഴായിരിക്കും നമുക്ക് വിശുദ്ധ ഖുർആൻ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാവുക. അപ്പോഴായിരിക്കും മറ്റുള്ളവർക്ക് നമുക്കത് മനസ്സിലാക്കി കൊടുക്കാൻ സാധ്യമാവുന്നത്. അള്ളാഹു ഈ റമദാനിൽ നമുക്കെല്ലാവർക്കും വിശുദ്ധ ഖുർആൻ്റെ വായിച്ച് പൂർത്തിയാക്കാനും അതിനെ മനസ്സിലാക്കാനും അതിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകിയിരിക്കുമാറാകട്ടെ. ജസാക്കുമുള്ള തലാസിന് ജസാ. ഈ പ്രോഗ്രാം ചർച്ച നമുക്ക് പുരോഗമിക്കാം. അടുത്തത് അത്താവുൽ മുജീദ് സാബ് ലോൺ സാബിനോട് ചോദ്യം. ഹസരത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അബ്ദുല്ലാഹു തആല ബിൻ നസ്റുൽ അസീസ് ഖുത്ബ ജുമ 2009 പറയുകയുണ്ടായി, റമദാനിൽ നല്ല നേതൃത്വം അള്ളാഹുവിലേക്ക് പോവുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നതാണ്. ഈ നന്മകൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനാണ്. ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാലും. ജസാക്കുമുള്ള. ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു സ്ത്രീയോട് ചോദ്യം ചോദിച്ചിരുന്ന ഒരു പരേതരെ സംബന്ധിച്ചുള്ളത്. അതിനെക്കുറിച്ച് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മരിക്കുന്നവരുടെ ആ പ്രവർത്തനങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. ചില കാര്യങ്ങൾ പ്രതിഫലം പിന്നീട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു പറയുകയുണ്ടായി. അതിൽ ഒന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സദ്വൃത്തരായ സന്തതികൾ. സദ്വൃത്തരായ സന്തതികൾ ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന നന്മകൾ, ആ നന്മകളുടെ പ്രതിഫലം അവരുടെ മാതാപിതാക്ക് മറ്റു മാതാപിതാക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സ്ത്രീയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി നോമ്പ് വെക്കാൻ സാധ്യമല്ല, പക്ഷേ അവരുടെ ആ നന്മകൾ അത് നിലനിർത്തിക്കൊണ്ടു പോവുകയാണെങ്കിൽ, ആ നന്മകൾ നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ, അവർ ചെയ്തിട്ടുള്ള നന്മകൾ അത് നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കും. നിങ്ങൾക്ക് ലഭിക്കുക തന്നെയും, പക്ഷേ അതിൻ്റെ ആ പ്രതിഫലം ആ മാതാപിതാക്കൾക്കും ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ ചോദ്യം അതിൻ്റെ ഉത്തരത്തിലേക്ക് വരികയാണ്. ചോദിക്കുന്നു, ഇത് സംബന്ധിച്ച് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും അനുഗ്രഹങ്ങളെയും ഈ റമദാൻ്റെ പരിശുദ്ധ മാസത്തിൽ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി അവൻ്റെ കാരുണ്യത്തെയും അനുഗ്രഹത്തെയും അതിൻ്റെ അവകാശികളാകുന്നതിന് വേണ്ടി ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ളത് വളരെയധികം പ്രയത്നിക്കേണ്ടതുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വല്ലസീന ജാഹദു ഫീന ലനഹദി അന്നഹും സുബ്ലന. നമ്മുടെ മാർഗത്തിലേക്ക് നമുക്ക് വേണ്ടി പ്രയത്നിക്കുന്നവർക്ക്, അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക്, ലനഹദി അന്നഹും സുബ്ലന, അവർക്ക് നാം നേർമാർഗം കാണിച്ചു കൊടുക്കുന്നത്, നമ്മളേക്കുള്ള മാർഗം നാം കാണിച്ചു കൊടുക്കുന്നതാണ്. അവർക്ക് ആ മാർഗം അവർക്ക് കരസ്ഥമാകുകയും ചെയ്യുന്നതാണ്. അതിലൂടെ അവർക്ക് എന്നിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യവും അള്ളാഹുവിൻ്റെ ദർശനവും അവർക്ക് ലഭ്യമാവുന്നതാണ് അതിലൂടെ. അത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അബ്ദുല്ലാഹു തആല ബിൻ നസ്റുൽ അസീസ് ഖുത്ബയിൽ, ഈ ചോദ്യം ചോദിച്ച ആ ഖുത്ബയിൽ, അതിൽ ഹുസൂർ അബ്ദുൽ തആല ബിൻ നസ്റുൽ അസീസ് പറയുകയുണ്ടായി, അള്ളാഹു മനുഷ്യനെ ഉപേക്ഷിച്ചിട്ടില്ല. എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുകയല്ല, എങ്ങനെയെങ്കിലും അന്വേഷിക്കൂ എന്ന് പറഞ്ഞിട്ടല്ല ഉപേക്ഷിച്ചിരിക്കുന്നത്. ഹുസൂർ പറയുന്നു, അള്ളാഹ് അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. അള്ളാഹു ആ മാർഗങ്ങളും അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഏത് മാർഗത്തിലൂടെ സഞ്ചരിച്ചിട്ടാണോ അള്ളാഹുലേക്ക് എത്തിച്ചേരുന്നത്, ആ മാർഗം പറഞ്ഞു തന്നിരിക്കുന്നു. ആ പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് ആ പ്രവാചകൻ നമുക്ക് ആ മാർഗത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നു. അവർ മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും പരിപൂർണമായിട്ടുള്ള ഒരു ശരീഅത്ത് ഇറക്കി കൊടുക്കുകയും അതിലൂടെ ആ പരിപൂർണമായിട്ടുള്ള ആ ഒരു മാർഗം നമുക്ക് കാണിച്ചു തരികയും ചെയ്തിരിക്കുന്നു. അതിലൂടെ നമുക്ക് പോയാൽ അള്ളാഹു നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയ ആ മാർഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗം റമദാൻ, പരിശുദ്ധ റമദാനാണ്. ഈ റമദാൻ മാസത്തിൽ നോമ്പാകുന്നു. ഈ റമദാൻ മാസത്തിൽ നാം പ്രയത്നിച്ചുകൊണ്ട്, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ട്
നാം അള്ളാഹുവിൻ്റെ ആ മാർഗത്തിൽ നാം രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുകയാണെങ്കിൽ, നഫൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ, കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഉടനെ ഓതി തീർക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, അതിൻ്റെ അർത്ഥവും വിശദീകരണവും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഫർദ് നമസ്കാരങ്ങളും അതുപോലെ തന്നെ നവഫലുകളെല്ലാം നാം അനുഷ്ഠിക്കുകയാണെങ്കിൽ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ആരാധനകൾ നാം അനുഷ്ഠിക്കുകയാണെങ്കിൽ, അതിൻ്റെ ഫലമായിട്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അവകാശികളെ നമുക്ക് സാധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ആ ദർശനം നമുക്ക് ലഭ്യമാവുന്നതാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യം നമുക്ക് ലഭ്യമാവുന്നതാണ്. ഇത് ഈ നോമ്പ് മുഖേന നമുക്ക് ലഭിക്കുന്ന ആ ദർശനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ റോദയെ നിർബന്ധമാക്കിയതിനെ കുറിച്ചുള്ള ആ ആയത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട്, വൈദാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇസാ ദഅൻ ഫൽയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലകും തർഷുദൂൻ. അതായത് നിന്നോട് നിന്റെ ദാസർ, എൻ്റെ ദാസർ എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ നീ പറയുക, ഞാൻ വളരെ അടുത്ത് തന്നെയുണ്ട്. ഫഇന്നി ഖരീബ്, ഞാൻ അടുത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇസാ ദഅൻ, അതിനുള്ള തെളിവെന്തെന്നാൽ അവർ എൻ്റെ ദാസൻ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ ദുആകൾ സ്വീകരിക്കുന്നു. ഇതാണ് എൻ്റെ സാമീപ്യത്തിൻ്റെ തെളിവ്. ഈ ഒരു വിഷയത്തെ അള്ളാഹു ഈ റമദാനിലെ നോമ്പുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അള്ളാഹു നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കി തരുന്നത്, ഈ നോമ്പ്, ഈ റമദാനിൽ, പരിശുദ്ധ റമദാനിലെ ഈ പരിശുദ്ധ ദിനങ്ങൾ, അതിലൂടെ ഒരു മനുഷ്യൻ ദുആയിൽ മുഴുകുകയാണെങ്കിൽ, അതിലൂടെ പരിശ്രമിക്കുകയാണെങ്കിൽ, ഈ നോമ്പിൻ്റെ വിലമായി പരിശ്രമിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ആ സാമീപ്യവും അള്ളാഹുവിൻ്റെ ദർശനവും നമുക്ക്, ആ സ്നേഹവും അള്ളാഹുവിൻ്റെ സ്നേഹവും അനുകമ്പം എല്ലാം നമുക്ക് കരസ്ഥമാക്കുന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സംബന്ധിച്ച് പറയുന്നു, നോമ്പ് വെക്കുന്ന ഒരാൾ, ആർക്ക് രണ്ട് സന്തോഷമാണുള്ളത്, ഫർഹത്താനി, രണ്ട് സന്തോഷമാണുള്ളത്. ഇതാ അഫ്തറ ഫരിഹ, അതായത് രണ്ട് സന്തോഷമാണ് ഒരു നോമ്പുകാരനുള്ളത്. ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം, അപ്പോൾ ഒരു സന്തോഷമുണ്ട്. ദിവസം മുഴുവൻ ദാഹവും വിശപ്പുണ്ടായിരിക്കും. നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു സന്തോഷമുണ്ടാവും, ഒരു തൃപ്തി, സംതൃപ്തി, മനഃതൃപ്തി കൈവൃത്തമാണ്. ഈ ഒരു സംതൃപ്തി അത് യഥാർത്ഥത്തിൽ ശാരീരികമായിട്ടുള്ള ഒരു സംതൃപ്തിയാണ്. ഭക്ഷണത്തിന് ശേഷം, ദിവസം മുഴുവനും ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, വിശന്നിരിക്കുന്നു, അതിനുശേഷം നാം ഭക്ഷണം കഴിക്കുമ്പോൾ നിശ്ചയമായിട്ടും ആ പ്രത്യക്ഷമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അത് നമുക്കില്ലാതായിത്തീരുന്നു. അപ്പോൾ ഇഫ്താർ ചെയ്യുമ്പോൾ, നോമ്പ് തുറക്കുമ്പോൾ നമുക്കതൊരു സന്തോഷം, ശാരീരികമായിട്ടുള്ള സന്തോഷം നമുക്ക് കരസ്ഥമാകുന്നു. പിന്നീട് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രണ്ടാമത്തെ സന്തോഷത്തെക്കുറിച്ച്, ഇസാ അഫ്തറ ഫരിഹ വ ഇസാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗം. രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത് അത് തൻ്റെ നാഥനുമായി കണ്ടുമുട്ടുമ്പോൾ ആ നോമ്പ് കാരണത്താൽ. അപ്പോൾ ഒന്ന് ശാരീരികമായിട്ടുള്ള സന്തോഷം, മറ്റൊന്ന് ആത്മീയ സന്തോഷം. രണ്ട് സന്തോഷം ഒരു നോമ്പുകാരന് നോമ്പ് മുഖേന ലഭിക്കുന്നതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഈ രണ്ട് സന്തോഷവും ഒരു നോമ്പുകാരൻ ലഭിക്കുന്നു, ശാരീരികമായിട്ടും ആത്മീയമായിട്ടുള്ളത്. ആ ശാരീരികമായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത് ആ ദാഹവും വിശപ്പും എല്ലാം അകറ്റുമ്പോൾ ഉണ്ടാകുന്ന വിഷമം. രണ്ടാമത്തത് അള്ളാഹുമായി കണ്ടുമുട്ടുമ്പോൾ ഉള്ളതാണ് ആ ആത്മീയമായിട്ടുള്ള സന്തോഷം, അള്ളാഹുവിൻ്റെ ആ ദർശനം ലഭിക്കുമ്പോൾ. ഇതാണ് ആ മഹത്തായിട്ടുള്ള ഒരു പാരിതോഷികമാണ് ഒരു നോമ്പുകാരന് നോമ്പിൻ്റെ ഫലമായിട്ട് ലഭിക്കുന്നത്. ഇതാണ് അള്ളാഹുവിൻ്റെ ആ ഒരു സ്നേഹം, അള്ളാഹുവിൻ്റെ സാമീപ്യം, അള്ളാഹുവിൽ നിന്ന് നമുക്ക് ഒരു നോമ്പുകാരന് കരസ്ഥമാവുന്നത്. നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ ഉണ്ടുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും, അത് ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഹദ്റത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ റിവായത്താണ്. റമദാൻ തുടങ്ങുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വളരെയധികം തയ്യാറെടുപ്പ് നടത്തുമായിരുന്നു. അതായത് ആ ശരീരത്തിൽ എന്തെങ്കിലും ബെൽറ്റ് എന്തെങ്കിലും മുറുക്കുകയല്ല അതുകൊണ്ട് ഉദ്ദേശം, മറിച്ച് അതുകൊണ്ട് ഉദ്ദേശം ആരാധനകൾക്കായി, സാധാരണ ദിവസങ്ങളെ കൂടുതൽ ആരാധനകൾ നിർവഹിക്കുന്നതിനായി ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറെടുപ്പ് നടത്തുമായിരുന്നു. ധാരാളം ആരാധന നടത്തുമായിരുന്നു. അതായത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഇവിടെ ആരും ചോദിക്കേണ്ടായി, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നോമ്പ് ദിവസം എങ്ങനെയാണ് കഴിച്ചു കൂട്ടാറുണ്ടായിരുന്നത്? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയേണ്ടായി,
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും റമദാൻ അല്ലാത്തപ്പോഴും രാത്രിയിൽ 11 റക്അത്ത് നഫൽ നമസ്കരിക്കാറുണ്ടായിരുന്നു. 8 നഫലും 3 വിത്തറും. ആദ്യം 4 റക്അത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നു. ലാ തസൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതായത് അതിൻ്റെ ആ ദൈർഘ്യത്തെ സംബന്ധിച്ചും അതിൻ്റെ മനോഹാരിതയെ സംബന്ധിച്ചും എന്നോട് ചോദിക്കരുത്. അത് എത്രത്തോളം നീണ്ടതായിരുന്നു എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് 4 റക്അത്ത് നിസ്കരിക്കുന്നു. അതിനുശേഷം പിന്നീട് പറയേണ്ടായി ആയിഷ സിദ്ദിഖ അൻഹ, ലാ തസൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിൻ്റെ മനോഹാരിതയെയും അതിൻ്റെ ദൈർഘ്യത്തെ സംബന്ധിച്ച് എന്നോട് ചോദിക്കരുത്. അത് എത്ര നീണ്ട നമസ്കാരമായിരുന്നു എന്നോട് ചോദിക്കരുത്. വളരെ നീണ്ട നമസ്കാരമായിരുന്നു അത്. അതായത് വളരെ നീണ്ട ദൈർഘ്യമുള്ള നമസ്കാരമായിരുന്നു. നീണ്ട റുക്കുകളും നീണ്ട എത്തിദാലും നീണ്ട സുജൂദുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമായിരുന്നു. വളരെയധികം ആർദ്രതയോടെ അള്ളാഹുവിൻ്റെ കയ്യിൽ അപേക്ഷിക്കുമായിരുന്നു, ദുആ ചെയ്യുമായിരുന്നു സുജൂദുകളിൽ. അതെങ്ങനെയായിരുന്നു? ആ അവസ്ഥ എന്തായിരുന്നു? അതിനെക്കുറിച്ച് ഹദീസിൽ വരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മുന്നിൽ സജൂദ് ചെയ്യുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ ആ ആർദ്രതയുടെ അവസ്ഥ ഹദീസിൽ വരുന്നത്, ഒരു കലത്തിൽ വെള്ളം അല്ലെങ്കിൽ വെള്ളം തിളക്കുമ്പോൾ ആ വെള്ളം തിളക്കുന്ന സമയത്തുള്ള ഒരു ശബ്ദം, അതേപോലെ ശബ്ദമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടിരുന്നത്. ഇതാണ് ആരാധനയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനയുടെ അവസ്ഥ. പ്രത്യേകിച്ച് റമദാൻ ഉള്ള ഈ ആരാധനകളിൽ. സാധാരണ ദിനങ്ങളിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനകൾ അത് സമാനതകളില്ലാത്തതാണ്. എന്നാൽ റമദാൻ മാസത്തിലുള്ള നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഹദ്റത്ത് ആയിഷ സിദ്ദീഖ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഒരു വ്യതിരിക്തമായിട്ടുള്ള ഒരു നിലവാരം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളുമെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശ്രമങ്ങളെല്ലാം തന്നെ ഒരു വ്യതിരിക്തമായിരുന്നു റമദാൻ മാസം ഉണ്ടായിരുന്നത്. നീണ്ട നീണ്ട ദുആകളും നീണ്ട നീണ്ട സുജൂദുകളും നീണ്ട നീണ്ട റുക്കുകളുമെല്ലാമായിരുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള റമദാൻ്റെ അനുഗ്രഹങ്ങൾ. ഇങ്ങനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മാതൃക അനുസരിച്ച് നാം ഈ റമദാൻ കഴിച്ചു കൂട്ടിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു അനുഗ്രഹവും ആ ഒരു കാരുണ്യവും അള്ളാഹുവിൻ്റെ സ്നേഹവും തീർച്ചയായിട്ടും നമുക്ക് ഈ റമദാനിൽ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചര്യ പരിപൂർണ്ണമായി പിൻപറ്റുന്ന തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ വരുന്ന റമദാൻ എല്ലാ നിലയിലും നമുക്ക് നല്ല അനുഗ്രഹീതമായി തീരട്ടെ. ശ്രോതാക്കളെ, ഇതോടുകൂടി നമ്മുടെ ഈ ഇന്നത്തെ എപ്പിസോഡ് അത് അവസാനിക്കുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ സയ്യിദുന ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ ഒരു ഉദ്ധരണി അത് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. മസീഹ് മൗഊദ് ഇസ്ലാം പറയുന്നു, നോമ്പിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ജനങ്ങൾ വിമുഖരാണ്. ഏത് രാജ്യത്തിലേക്കാണ് ജനങ്ങൾ പോകാത്തത്, അല്ലെങ്കിൽ ഏത് രാജ്യത്തിലേക്കാണ് ഒരാൾ പോകാത്തത്, അതിനെ സംബന്ധിച്ച് അവർക്ക് എന്താണ് അറിയുന്നത്? വെറും നോമ്പ് എന്നുള്ളത് വെറും വിശപ്പ് സഹിക്കുമെന്ന് മാത്രമല്ല, അത് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ യാഥാർത്ഥ്യം അവന് ബോധ്യമാവുകയാണ്. എത്രത്തോളമാണ് മനുഷ്യൻ വിശപ്പ് സഹിക്കുന്നത്, അത്രത്തോളം അവനുള്ളിൽ കശ്ഫിൻ്റെയും അതുപോലെ തന്നെ ആത്മീയപരമായിട്ടുള്ള ശക്തികൾ വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഭക്ഷണത്തെ അത് ഒഴിവാക്കുകയും മറ്റൊരു ഭക്ഷണത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക, അതായത് ആത്മീയ ഭക്ഷണത്തെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സിക്റിൽ മുഴുകിയിരിക്കണം ഈ മാസത്തിൽ. അപ്പോഴായിരിക്കും അവൻ്റെ ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ ആ ഒരു ആഴവും അവൻ്റെ ബന്ധത്തിൽ ലഭ്യമാവുക. അതായത് ഒരു ഭക്ഷണത്തെ ഒഴിവാക്കുകയും, അതായത് ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തെ ഒഴിവാക്കുകയും ആത്മാവിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തെ അതിനെ സ്വീകരിക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹംദും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തസ്ബീഹും ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അപ്പോൾ അവന് അള്ളാഹുവിന് ആ ഒരു രണ്ടാമത്തെ ആ ഒരു ഭക്ഷണം, അതായത് ആത്മീയ ഭക്ഷണം അവന് ലഭിക്കുന്നതാണ്. ശ്രോതാക്കളെ, ഇതോടുകൂടി നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹു തആല അടുത്ത എപ്പിസോഡിൽ ഇത് സംബന്ധിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. अस्सलामु अलैकुम रहमतुल्लाहि वबरकातुहू. के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया हमने. आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर
तसल्ली का बताया।